സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ധൂർത്ത് തുടർന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ പ്രചരണത്തിനായി 2,40,00,000 അനുവദിച്ചു. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബിഗ് ബ്രേക്കിംഗ്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യം തന്നെ കടമെടുത്ത് മുന്നോട്ടു പോകേണ്ട ഗതികേടിലാണ് കേരളം. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് 5 മാസം കഴിയുന്നു. അവശ്യ മരുന്നുകൾ വാങ്ങാൻ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് പോലും പണം നൽകുന്നില്ല. കാരുണ്യ പദ്ധതിയിൽ സ്വകാര്യ ആശുപത്രികൾക്കുൾപ്പെടെ നൽകാനുള്ളത് കോടികളാണ്. വിവിധ പെൻഷനുകൾ നൽകിയതിൽ കോടികൾ സഹകരണ സംഘങ്ങൾക്കും നൽകാനുണ്ട്. പ്രതിസന്ധി ഇത്രയും രൂക്ഷമായി തുടരുമ്പോഴും ധൂർത്തിന് മാത്രം ഒരു കുറവുമില്ല. മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ പ്രചരണത്തിനാണ് സർക്കാർ വീണ്ടും പണം അനുവദിച്ചിരിക്കുന്നത്. 2,40,00,000 രൂപ അനുവദിച്ച് കഴിഞ്ഞ ദിവസം സർക്കാർ ഉത്തരവിറക്കി. ഫീൽഡ് പബ്ലിസിറ്റിക്കുൾപ്പെടെ പണം ചെലവഴിക്കാനാണ് നിർദ്ദേശം. നവകേരള സദസ്സിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത്. ഇതിനകം തന്നെ മുഖാമുഖം പരിപാടിക്കായി സർക്കാർ കോടികൾ ചെലവഴിച്ചു കഴിഞ്ഞു. നവകേരള സദസ്സിന്റെ കണക്കുകൾ നിയമസഭയിൽ പോലും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല. ഇതിനിടെയാണ് മുഖാമുഖം പരിപാടിക്കായി വീണ്ടും 2.5 കോടി രൂപയ്ക്കടുത്ത് അനുവദിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ നിന്ന് സർക്കാർ ഒരു പാഠവും പഠിക്കുന്നില്ലെന്ന് ഇതിലൂടെ കൂടുതൽ വ്യക്തമാവുകയാണ്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.